മന്ത്രി റോഷി അഗസ്റ്റിൻ. ഗുഡ് നോട്ട്സ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജീവകാരുണ്യത്തിന് ഡോക്ടറേറ്റ് ലഭിച്ച പടമുഖം സ്നേഹമന്ദിരം ഡയറക്ടർ VC രാജുവിനെ ആദരിക്കുന്ന ചടങ്ങിലാണ് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇക്കാര്യം സൂചിപ്പിച്ചത്. തള്ളപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ജീവിതത്തിൽ ഒറ്റപ്പെട്ടവർക്കും വഴിയരികിൽ അലിയുന്നവർക്കും അഭയമായി സ്നേഹമന്ദിരം ഡയറക്ടർ ഡോക്ടർ VC രാജു 30-ലധികം വർഷമായി പ്രവർത്തിക്കുന്നു. ഒരു പ്രത്യേക ദൈവവിളിയും ദൈവനിയോഗമുള്ളവർക്ക് ഇതുപോലെയുള്ള ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുകയുള്ളൂവെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി സംസാരിച്ചു. മീനും മീൻകുളവും സ്നേഹമന്ദിരത്തിന് നിർമ്മിച്ചു നൽകാമെന്ന് മന്ത്രി വാക്ക് കൊടുക്കുകയും ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സുവിശേഷകൻ തോമസ് കുട്ടി പുന്നൂസ് മുഖ്യ പ്രഭാഷണം നടത്തി. വേൾഡ് ലിറ്ററേച്ചർ ഫോറം ഏർപ്പെടുത്തിയ ഗുഡ് സെവനിറ്റിൻ പുരസ്കാരം സ്നേഹമന്ദിരം ഡയറക്ടർ VC രാജുവിനെ മന്ത്രി സമ്മാനിച്ചു. ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷന്റെ പൊന്നാട സുവിശേഷകൻ തോമസ് കുട്ടി പുന്നൂസ് VC രാജുവിനെ അണിയിച്ചു. ഷൈനി രാജു, സിന്ധു ജോർജ്, സൈനി ഷജി, റോണിയോ എബ്രഹാം, സുനിത സജീവ്, ഡോളി, ജോർജ് അമ്പുഴം, നെല്ലിപ്പുഴക്കുന്നേൽ വീട്ടിൽ ഷൈനി ജീവിത പങ്കാളിയായി നിപിൻ, നീതു, ദിവ്യ എന്നീ 3 മക്കളടങ്ങിയ കുടുംബമാണ് ബ്രദർ രാജുവിന്റേത്. 1992 കാലത്ത് ഒരു ആത്മീയ ദൈവവിളി എന്ന പോലെ മലയാറ്റൂർ തീർത്ഥാടന വഴിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിക്ഷക്കാരനായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയപ്പോൾ തന്റെ ഉള്ളിലും ആ മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്നത് ഒരേ ദൈവിക ജീവനാണുള്ള വെളിപാടിൽ നിന്നാണ് റോസമ്മ എന്ന സ്വന്തം സഹോദരി ദാനമായി നൽകിയ 10 സെന്റ് സ്ഥലത്ത് 3 രോഗികളും 7 കിലോ അരിയുമായി 1992 സ്നേഹമന്ദിരം എന്ന പാവങ്ങളുടെ അഭയകേന്ദ്രത്തിന് തുടക്കം കുറിച്ചത്. സഹജീവികളോടുള്ള കാരുണ്യത്താൽ ഈ കഴിഞ്ഞ കാലം കണ്ടുകൊണ്ട് ജാതി, മതം, വർണ്ണവർഗ, കക്ഷി രാഷ്ട്രീയമന്യേ പാവപ്പെട്ടവരും അവശത അനുഭവിക്കുന്നവരും സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരുമായ 4000-ഓളം മനുഷ്യ ജീവങ്ങൾക്ക് അഭയം നൽകുവാൻ രാജു എന്ന സാധാരണക്കാരൻ നേതൃത്വം നൽകുന്ന സ്നേഹമന്ദിരം കൂട്ടായ്മയ്ക്ക് സാധിച്ചു. രോഗികളെയും കുടുംബങ്ങളെയും പിന്തുണയും സ്വന്തം കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുമുള്ള ബ്രദർ രാജുവിന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്. സ്നേഹം അനേകർക്ക് സ്വാതന്ത്ര്യവും സമാധാനവും നൽകുവാൻ സാധിച്ചുകൊണ്ട് വലിയൊരു ദൈവിക പദ്ധതിയിലേക്ക് മാറ്റാൻ കഴിയുന്നുണ്ട്. മഴക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ട കുറെ കുടുംബങ്ങൾക്ക് സുമനസ്സുകളിൽ നിന്ന് സഹായം സ്വീകരിച്ച് താമസ സൗകര്യം ഒരുക്കുവാനും വരൾച്ചയിൽ കുടിവെള്ളക്ഷാമം നേരിട്ട പ്രദേശവാസികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് നല്ല ജലസ്രോതസ്സുള്ള സ്ഥലം നൽകുവാനും സാധിച്ചു. ഇതിനു പുറമെ ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ പകൽവീട് പദ്ധതിക്കായി ആവശ്യമായ സ്ഥലം വിട്ടു നൽകുകയും ബ്ലോക്ക് പഞ്ചായത്തിൽ ഫുട്ബോൾ ടർഫ് പദ്ധതിക്ക് വേണ്ട ആവശ്യമായ സ്ഥലം വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ബുദ്ധിമാന്ദ്യം സംഭവിക്കുന്നവരുടെ തണലായി പ്രവർത്തിക്കുന്ന ജില്ലാ കളക്ടർ ചെയർമാനായുള്ള നാഷണൽ ട്രസ്റ്റ് എന്ന സംഘടനയുടെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ ഓർഫനേജ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായും ജില്ലാ പ്രസിഡന്റായും ഇപ്പോൾ വൈസ് പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചു വരുന്നു. വേൾഡ് അസോസിയേഷൻ ഓഫ് സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ എന്ന സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന KFCMT എന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചു പോരുന്നു. 2008 സ്നേഹമന്ദിരത്തിലെ രോഗികളായ നിവാസികൾക്ക് കൂടുതൽ ആത്മീയ ദർശനമേകുവാൻ കോട്ടയം ആദിമ പ്രവർത്തകരും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ മാതൃകാപരമായി കാണുന്നു. ഇതിനു പുറമെ നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 2005 ഷാർജയിൽ വെച്ച് സ്നേഹദീപം എന്ന കൂട്ടായ്മ നൽകിയ 50,000 രൂപ ക്യാഷ് അവാർഡ് പുരസ്കാരവും 2011 ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ വെൽഫെയർ വലവേ മെമ്മോറിയൽ നൽകിയ ക്യാഷ് അവാർഡ് പുരസ്കാരവും 2013 പവനന്മ കോളേജ് പ്രിൻസിപ്പലായ റവറൻഡ് ഡോക്ടർ ബിനോ മുതിയാപ്പറമ്പിലിന്റെ ശുപാർശ പ്രകാരം ഇന്ത്യൻ എക്സ്പ്രസിന്റെ സാമൂഹിക സേവന പുരസ്കാരവും 1,00,000 രൂപ ക്യാഷ് അവാർഡും ADGP പത്മകുമാറിന്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങുകയുണ്ടായി. 2017 ഖത്തർ കാണായ കൂട്ടായ്മ സ്നേഹസുമന എന്ന പേരിൽ നൽകിയ മൊമന്റോയും 1,00,000 രൂപയും 2017 ഡൽഹിയിൽ നിന്ന് ഭാരത് ലളിത സാഹിത്യ
സാഹിത്യ അക്കാദമി ഡോക്ടർ അംബേദ്കർ നാഷണൽ എക്സലൻസി അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇംഗ്ലണ്ടിലെ നാനായ സംഘടനയായ UKKC നൽകിയ 2 ലക്ഷം രൂപയും ശ്രീ ടോം തടിയമ്പാട് കൊടുക്കുന്ന UK പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇടുക്കി ജില്ലയിലെ ചാരിറ്റി സംഘടന 2019-ലും 2022-ലും 3,30,000 രൂപയും പുരസ്കാരവും അമേരിക്കയിലെ ഷിക്കാഗോ വികാരി ജനറൽ തോമസ് മുള്ളോളാന്റെ ശുപാർശ പ്രകാരം ഷിക്കാഗോ സോഷ്യൽ ക്ലബ് നൽകിയ 2 ലക്ഷം രൂപയും ക്യാഷ് അവാർഡും പുരസ്കാരവും ഹാരൻ സേവൻ സമാജം ന്യൂഡൽഹിയിൽ സമ്മാനിച്ച അവാർഡും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് ലഭിക്കുകയുണ്ടായി. ദീപിക മംഗളം നന്മ കലാ സാഹിത്യം ലോട്ടറി ക്ലബ് മുരിക്കാശ്ശേരി കട്ടപ്പന, ലയൺസ് ക്ലബ് കട്ടപ്പന, സെന്റ് മേരീസ് ഹൈസ്കൂൾ മുരിക്കാശ്ശേരി, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് മുരിക്കാശ്ശേരി, KCBC കോട്ടയം മധുരപുര, UK കാനായ പത്രം, കേരള കത്തോലിക്ക മിഷൻ കൗൺസിൽ, അസോസിയേഷൻ ഓഫ് ഓർഫനേജ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ ചെറുതും വലുതുമായ അനേക പുരസ്കാരങ്ങൾ പല മേഖലകളിൽ നിന്ന് ഇദ്ദേഹത്തിന് തേടിയെത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് സ്നേഹമന്ത്രി കുടുംബത്തിൽ ഒന്നിച്ചുകൂടി സന്തോഷിക്കുവാനിടയായത് ഗുഡ് ന്യൂസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ചെയർമാൻ പ്രൊഫസർ ഡോക്ടർ G. ജേക്കബ് സൈമൺ ചെന്നൈയിൽ വെച്ച് ഇദ്ദേഹത്തിന് ഡോക്ടർ ഓഫ് സോഷ്യൽ വർക്ക് ജീവകാരുണ്യ ബഹുമതി ലഭിച്ച സുവർണാവസരം ആഘോഷിക്കാനാണ്. സ്നേഹമന്ത്രത്തെ വ്യവസ്ഥ കൂടാതെ സഹോദര തുല്യം സ്നേഹിക്കുകയും സഹകരിക്കുകയും നമ്മുടെ സുഖദുഃഖങ്ങളിൽ എന്നും പങ്കുചേരുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ ജലവകുപ്പ് മന്ത്രിയായ ബഹുമാനപ്പെട്ട ശ്രീ റോഷി അഗസ്റ്റിൻ സ്നേഹമന്ത്ര മക്കൾക്ക് ഡോക്ടർ രാജീവ് VC-യിലൂടെ ലഭിച്ച ഈ ഡോക്ടറേറ്റ് ബഹുമതി ആദരിക്കുന്ന സുവർണ നിമിഷമാണിത്. ഡോക്ടർ VC രാജുവിനെ മന്ത്രി പൊന്നാട അണിയിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ച സർട്ടിഫിക്കറ്റ് കൈമാറുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടർ തോമസ് കുട്ടി കുഞ്ഞൂസ് വേൾഡ് ലിറ്ററേച്ചറിന്റെ പ്രസിഡന്റ് സ്പോൺസർ ചെയ്തിരിക്കുന്ന മെമന്റോ നൽകുന്നു. അത് മന്ത്രി തന്നെ തുടങ്ങുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു മെമന്റോ തുടർന്ന് കൈമാറും. മന്ത്രിക്ക് സമയം വൈകിയതിനാൽ ബാക്കിയുള്ള ആദരവ് അധ്യക്ഷ പ്രസംഗത്തിന് ശേഷമാണ് നൽകുന്നത്. പ്രിയപ്പെട്ട രാജു ബ്രദറിനെ വേൾഡ് ലിറ്ററേച്ചർ ഫോറം പുരസ്കാരം ഗുഡ് സെമരിറ്റൻ പുരസ്കാരം ഇപ്പോൾ മന്ത്രി നൽകുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ വേൾഡ് ലിറ്ററേച്ചർ ഫോറം ദേശീയ കമ്മിറ്റി നോക്കിക്കണ്ടിട്ട് മാതൃകാപരമായ ഒരു നല്ല ശബരിയാക്കാരന്റെ ശുശ്രൂഷയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് തിരിച്ചറിവിലൂടെയാണ് ഈ വേൾഡ് ലിറ്ററേച്ചർ ഫോറം നൽകുന്ന അവാർഡ്. നിസ്സഹായരും നിരാശരും ഒറ്റപ്പെട്ടവരും തള്ളപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരും ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിക്കുന്നതിലൂടെ ആഴമേറിയ ക്രിസ്തു സ്നേഹം ഹൃദയങ്ങളിൽ വസിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും ഡോക്ടർ VC നാടിൻ്റെ ആകെ ആദരവാണ് ഡോക്ടർ VC രാജു. വിവിധ ജനപ്രതിനിധികൾ, പൊതുജന സമൂഹത്തിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ സ്നേഹമന്ദിര ഡയറക്ടറെ ആദരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ കേക്ക് മുറിച്ച് ഡോക്ടർ VC രാജുവിന് നൽകുന്ന അതിമനോഹരമായ രംഗമാണ് നാം ഇവിടെ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ആശയങ്ങളുടെയും നിരാശരുടെയും ദുഃഖിതരുടെയും ആശ്വാസമായ സ്നേഹമന്ദിരം എന്നും